ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജാം കേക്ക് ബൈറ്റ്സ് ആണ്. നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു കേക്ക് ബൈറ്റ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ കേക്ക് ബൈറ്റ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരത്തക്ക രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പകുതി വീതം 2 പ്രാവശ്യമായിട്ടൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാൻ മൈദ ഒന്ന് അരിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് അരിച്ച് നമ്മുടെ മുട്ടയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കട്ടകളൊന്നും വരാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ കേക്ക് ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു സ്ക്വയർ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിതുപോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്കും ഇതിനുള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 5 മിനിറ്റ് ഒരു കടായി ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന്നൊന്ന് വെച്ചതിന് ശേഷം 30 മുതൽ ഒരു 35 മിനിറ്റ് വരേക്കും നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. നമ്മൾ ഏത് ഫ്ലെയിമിൽ വെച്ചിട്ടാണോ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്ന അതേ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ കേക്ക് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കണം. ഒരു 30 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ടൂത്ത് പിക്കിൽ മാവ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ പിന്നെ ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ കേക്ക് ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ജാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ ജാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ബൈറ്റ്സ് കുറച്ചൊന്ന് കളറായിട്ട് കിട്ടും. ഇനി 1 മിനിറ്റ് ഒന്ന് നമ്മുടെ ജാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇത് കുറച്ചൊന്ന് ലൂസായിട്ട് വരും. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് തിളപ്പിച്ച് എടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. 2 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ജാം കുറച്ചൊന്ന് സിറപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടും. ആ ഒരു സമയം നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരല്പം തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ജാം സിറപ്പ് വേറൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കി കേക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോ പീസും ഈ ഒരു സൈസിൽ ഇരിക്കത്തക്ക രീതിയിൽ വേണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ജാം സിറപ്പ് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചിരകിയ തേങ്ങ കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതെടുത്താലും മതിയാവും. ഇനി നമുക്ക് നമ്മുടെ ജാം ബൈറ്റ് ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് പീസ് ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ ഈ ജാം സിറപ്പിൽ ചെറുതായിട്ടൊന്ന് മുക്കി എടുക്കാം. ഒരുപാട് സമയം നമ്മൾ മുക്കി വെച്ച് കഴിഞ്ഞാൽ കേക്ക് പെട്ടെന്ന് തന്നെ സോക്കായി പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കേക്ക് പീസസും ജാം സിറപ്പിൽ മുക്കി തേങ്ങ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ജാം കേക്ക് ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.